എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 5000 വേക്കൻസി ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 23 മാർച്ച് 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്ന 15 മുതൽ 24 വയസ്സ് വരെ അണ്ടർ സ്റ്റുഡന്റിനും 27 വയസ്സ് ഒബിസിക്കും 29 വയസ്സ് വരെ SC ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. 34 വയസ്സ് വരെ PWD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് +2 സിസ്റ്റത്തിൽ 10ാം ക്ലാസ് പഠിച്ചിരിക്കണം. 50% മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റിൽ ITI സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. ഫിറ്റർ, വെൽഡർ, ടർണർ, മെഷീനിസ്റ്റ്, കാർപ്പൻ്റർ, പെയിൻറ്റർ, ജനറൽ, ഡീസൽ മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, വയർമാൻ, മെഷീൻ, റെഫ്രിജറേഷൻ AC, പൈപ്പ് ഫിറ്റർ, പ്ലംബർ, ഡ്രോട്ട്സൺ സിവിൽ, സ്റ്റെനോഗ്രാഫർ, ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, മെഷീനിസ്റ്റ്, ഗ്രൈൻഡർ, മെഷീനിസ്റ്റ്, ടർണർ, മെഷീനിസ്റ്റ് തുടങ്ങിയ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. 19ഓളം പോസ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്കുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഫിറ്ററിലേക്ക് 1614 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 1217 വേക്കൻസി, വെൽഡർ 532 വേക്കൻസി, PASSA 280 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക് 236 വേക്കൻസി, മെക്കാനിക് 207 വേക്കൻസി, പെയിൻറ്റർ 190 വേക്കൻസി, കാർപ്പൻ്റർ 184 വേക്കൻസി, റെഫ്രിജറേറ്റർ 184 വേക്കൻസി, പൈപ്പ് ഫിറ്റർ 176, പ്ലംബർ 136, വയർമാൻ 126, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 87, ടർണർ 75, സ്റ്റെനോഗ്രാഫർ 40, മെഷീനിസ്റ്റ് 25, മെഷീനിസ്റ്റ്, ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ 16, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 10. അങ്ങനെ 5349 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കും 100 രൂപ ഫീസ് ഉണ്ട്. SC ST വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്